നേരത്തെ നമ്മൾ നല്ല സദ്യ കഴിച്ചു. അപ്പോൾ സദ്യ ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട്. അവർക്ക് ബിരിയാണി ഉണ്ടത്രേ. ബിരിയാണി കൊടുക്കാം. എവിടേക്കാ? നേരെ കർണാടകയിലേക്ക് പോകണം. പുലർച്ചെ 4 മണിക്ക് റെഡിയാകുന്ന കർണാടകയിലെ ഹോസ്കോട്ടെ മട്ടൻ ദം ബിരിയാണി എന്ന് പറയുമ്പം തന്നെ കുറേ പേരുടെ വായിൽ ഇങ്ങനെ വെള്ളം ഊറി വരുന്നത് എനിക്ക് കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണ്ടേ? ഇത് കഴിക്കാൻ എത്തുന്നവരുടെ എണ്ണവും പുലർച്ചെ തന്നെ അവിടെ തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രുചി വൈഭവം അറിയാൻ റാഡിൻ റിപ്പോർട്ടറും അതിരാവിലെ തന്നെ ഹോസ്കോട്ടയിലേക്ക് ഒരു യാത്ര നടത്തി. നമുക്ക് ആ യാത്ര ഒന്ന് കാണാം. ബംഗളൂരുവിൽ അത്യാവശ്യം തണുപ്പ് കൂടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സമയം എന്നുള്ളത് പുലർച്ചെ 4 മണിയാണ്. ഈ പുലർച്ചെ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ വേറെ എവിടെയല്ല, ഒരു ബിരിയാണി കഴിക്കാനാണ് പോകുന്നത്. ഇത്ര അതിരാവിലെ ബംഗളൂരു നഗരത്തിൽ ബിരിയാണി കിട്ടുമോ എന്ന് ചോദിച്ചാൽ ബിരിയാണി കിട്ടുമെന്ന് മാത്രമല്ല, നല്ല സ്പെഷ്യൽ ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ സഞ്ചരിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹോസ്കോട്ടയിലാണ്. പ്രസിദ്ധമായ ഹോസ്കോട്ടെ ബിരിയാണി, ദം ബിരിയാണി കഴിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയം പുലർച്ചെ 4:30. ഈ സമയത്ത് പോലും വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത്. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ടോക്കണൊക്കെ എടുത്താണ് ആൾക്കാർ ഈ ബിരിയാണി കഴിക്കുന്നതിന് വേണ്ടി അതിരാവിലെ ഇങ്ങോട്ട് എത്തുന്നത്. എന്താണ് ആ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് നമുക്ക് കഴിച്ചും ഈ കഴിക്കുന്നവരോട് ചോദിച്ചുമൊക്കെ അറിയാം. എന്തായാലും അതിരാവിലെ തന്നെ വലിയ തിരക്ക് ഇതിനുണ്ട് എന്നുള്ളത് ഇതിൻ്റെ എന്തായാലും ഒരു പ്രത്യേകതയാണ്. ಸೂಪರ್ ಆಗಿದೆ ಸರ್. ಮಾತ್ರ ಯಾವಾಗ ಇಲ್ಲೇ ಬರೋದು, ವಾರದಲ್ಲಿ 3 ದಿನ ಬಂದೇ ಬರ್ತೀರಿ. ಸಕ್ಕತ್ತಾಗಿದೆ. ತುಂಬ ಚೆನ್ನಾಗಿದೆ. ನಾವು ರೆಗ್ಯುಲರ್ ಆಗಿ ಬರ್ತೀವಿ. ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಟೇಸ್ಟ್ಗೋಸ್ಕರ ನಾವು ಇಂದಿರಾನಗರಿಂದ ಬರ್ತೀವಿ. ಆಲ್ಮೋಸ್ಟ್ ವಿ ಟ್ರಾವೆಲ್ 25 kilometers. Weekly 3 times. Sunday, maybe Sundays more people will come compared to Tuesday. നല്ല അടിപൊളി ദം മട്ടൻ ബിരിയാണിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ അതിരാവിലെ വന്ന് കഴിക്കുന്നതിനൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പാഴ്സലുകൾ രാവിലെ തന്നെ പോകും എന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നൊരു മലയാളി, ഈ ബിരിയാണി കടയിൽ ജോലി ചെയ്യുന്നൊരു മലയാളി ഉണ്ട്. പാലക്കാട് സ്വദേശിയാണ്. ചേട്ടാ, ഇവിടെ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നത്? നമ്മളിവിടെ 10 വർഷം ഇവിടെ തന്നെ ഉണ്ട്. അതിരാവിലെ തന്നെ ഈ 4 മണി, പുലർച്ചെ 4 മണിക്കൊക്കെ എത്ര ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ കഴിക്കുമല്ലോ? രാവിലെ നമ്മൾ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വന്നിട്ട് 4-4:30 ആവും ഓപ്പൺ ചെയ്യാൻ. ഞായറാഴ്ച വന്നിട്ട് 3 മണിക്ക് തന്നെ ഓപ്പൺ ആവും. 3 മണിക്ക് ഓപ്പൺ ആവും. 3 മണിക്ക് ഓപ്പൺ ആവും ഞായറാഴ്ച വന്നിട്ട് ഇങ്ങനത്തെ 8 എണ്ണം ഉണ്ടാവും. ഇങ്ങനത്തെ 8 പാത്രങ്ങൾ ഉണ്ടാവും. 8 പാത്രം 9 മണിയുടെ ഉള്ളിൽ കാലിയാവും. രാവിലെ ഇവിടെ വന്ന് കഴിക്കുന്നതിനൊപ്പം തന്നെ പാർസലുകളും ഒരുപാട് പോവും. പാർസലിന് അധികം ഉണ്ടാവും, ചിലപ്പോൾ പ്ലേറ്റിന് അധികം ഉണ്ടാവും. അതാണ് ഇവിടുത്തെ നമ്മുടെ ഹോസ്കോട്ട വന്നിട്ട് ബിരിയാണി സ്പെഷ്യൽ അതാണ്. ಸೂಪರ್ ಬ್ರೋ, ಮಸ್ತಾಗೈತೆ. ಮಸ್ಟ್ ಟ್ರೈ. ഇവിടെ ബിരിയാണി മാത്രമല്ല, നല്ല അടിപൊളി സൂപ്പും കിട്ടും. മട്ടൻ സൂപ്പാണ്. ബിരിയാണി പോലെ തന്നെ ഈ മട്ടൻ സൂപ്പും നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ബംഗളൂരിൽ വരുന്നവർ ഈ ഹോസ്കോട്ടയിൽ വരിക, നല്ല അടിപൊളി ദം ബിരിയാണി കഴിക്കുക, ഒപ്പം തന്നെ ഈ സൂപ്പും ടേസ്റ്റ് ചെയ്യുക. ബംഗളൂരിൽ നിന്ന് ഗിരീഷ് പൊയിൽക്കാവിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അപ്പോൾ ദം ബിരിയാണി കണ്ടിട്ട്, അത് കഴിക്കുന്നത് കണ്ടിട്ട് കൊതി വരുന്നു എന്ന് ഒരുപാട് പേര്, എന്താ ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് പേര്. അതുപോലെ നമ്മുടെ PCR നമ്മുടെ വിഷ്ണു പെട്ടെന്ന് നിർത്തിയിട്ടാ, കാരണം ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്.